നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയം, ബജ്രംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് വ്യാഴമാറ്റം കൊണ്ട് ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിൽ കാല്, ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, വ്യാഴം നേട്ടഭാവത്തിൽ നിന്ന് ദുരിതഭാവത്തിലേക്ക്, അതായത് 12ാം ഭാവത്തിലേക്ക്, ദുരിതം, വ്യയം എന്നീ ഭാവത്തിലേക്ക് മാറുകയാണെങ്കിലും വ്യാഴം ഉച്ചക്ഷേത്ര സ്ഥിതനായതിനാൽ തന്നെ ഇവർക്ക് ഗുണങ്ങൾ കുറവാണെങ്കിലും ദോഷകാര്യങ്ങൾ കുറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. ഇവിടെ ദോഷകാര്യങ്ങൾ പ്രധാനമായിട്ടും രോഗശമനം, അതുപോലെ ശത്രുബാധ ദോഷങ്ങൾ, ഋണമോചനം, കടം മാറാനുള്ള വഴികൾ ഒക്കെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കേണ്ടത്. അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തി ഏത് തന്നെയാണോ അത് അടുത്ത് വരുന്ന ഒരു 11 മാസക്കാലം അതിൽ തന്നെ എത്ര കഷ്ടതകൾ ഉണ്ടെങ്കിലും അതിൽ തന്നെ തുടരാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഉള്ള ജോലിയോ ഉള്ള തൊഴിലോ ഇപ്പോൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിനണങ്ങിയതും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് സംതൃപ്തി നേടുന്നതുമായിട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഒന്നും തന്നെ എത്തിച്ചേരാൻ സാധ്യമല്ലാത്തതാണ്. അതുപോലെ തന്നെ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ ആയുർഭാവദോഷങ്ങൾ ജ്യോത്സ്യനല്ല വിധിക്കുന്നതെങ്കിൽ കൂടി അഷ്ടമാധിപൻ അഷ്ടമത്തിൽ നിന്നാൽ അഷ്ടമത്തിന് ഹാനി എന്നുള്ള ഒരു പ്രവചനമുണ്ടെങ്കിലും ശനിക്ക് ഒരു പ്രത്യേകതയുള്ളത് കൊണ്ട് അഷ്ടമാധിപൻ അഷ്ടമത്തിൽ നിന്നാൽ ആ അഷ്ടമം കൊണ്ട് ആയുർ സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള ദോഷങ്ങളെ ശനി ഇല്ലായ്മ ചെയ്യുമെന്നാണ് പറയേണ്ടത്. അത് ഒരു നല്ല കാര്യമായിട്ടാണ് പറയേണ്ടത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനോ പുതിയ തൊഴിലിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ അടുത്ത ഒരു 11 മാസക്കാലം ഇടയ്ക്ക് ഒരു വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വക്രഗതിയിലേക്ക് ചിങ്ങം രാശിയിലേക്ക് വരുമെങ്കിലും അത് രണ്ടാമത് തിരിച്ച് കർക്കിടകത്തിലേക്ക് പോകുന്നതിനാൽ ഈ ഒരു 11 മാസക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക. എന്നിരുന്നാലും നമുക്ക് ദുരിതങ്ങളും കഷ്ടതകളും കുറഞ്ഞു നിൽക്കുന്നതായിട്ട് പറയാം. ഏവർക്കും നന്ദി.